സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലമെടുപ്പ് നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. മേൽപ്പാലം നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. കാഞ്ഞങ്ങാട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു. അന്യായ പരിശോധന അനുവദിക്കില്ലെന്ന വ്യാപാരികൾ. കണ്ണൂർ സർവകലാശാല കലോത്സവം സ്റ്റേജ് ഇതര മത്സരങ്ങൾ ബുധനാഴ്ച തുടങ്ങും. ചിന്മയ ജന്മശതാബ്ദി ആഘോഷം സപ്തലക്ഷ ഗീതാ ശ്ലോക സമർപ്പണ യജ്ഞം 27-ന് നടക്കും. മുഖാരി മൂവാരി സമുദായ സംഘം സ്ഥാപക ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേളോത്ത് കേക്കടവൻ വീട് തറവാട് കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ വിശദമായി. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ സ്റ്റേ ഹൈക്കോടതി നീക്കി. മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചിരകാല ആവശ്യമായ കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ സ്ഥലം അക്വയർ നടപടി സ്റ്റേ ചെയ്തത് ഹൈക്കോടതി നീക്കി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ വടക്കുഭാഗത്ത് വരുന്ന മേൽപ്പാലത്തിന് സ്ഥലം അക്വയർ വയ്ക്കുമ്പോഴാണ് തർക്കം ഉടലെടുത്തത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ ആസ്ക ബിൽഡിംഗ് ഉടമയും ആയിഷ അബ്ദുള്ളയും ചേർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് സ്ഥലമെടുപ്പ് സ്റ്റേ ചെയ്യുകയായിരുന്നു. നിലവിൽ ഹൈക്കോടതി സ്റ്റേ നീക്കിയതോടെ മേൽപ്പാലത്തിന്റെ തുടർ നടപടികൾക്ക് ജീവൻ വെക്കും. ഇതിനായി ആക്ഷൻ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അജാനൂർ കടപ്പുറം, മീനാപ്പീസ് കടപ്പുറം, കുശാൽ നഗർ പ്രദേശങ്ങളിലെ യാത്രാ ദുരിതത്തിന് അറുതിയാകും. വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധന. പ്രതിഷേധവുമായി വ്യാപാരികൾ. പരിശോധനയുടെ മറവിൽ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ വ്യാപാരികളെ പീഡിപ്പിക്കുന്നതായി ആരോപിച്ച് വ്യാപാരികൾ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയോടെ കാഞ്ഞങ്ങാട് അനശ്വര ടെക്സ്റ്റൈൽസിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. അനശ്വര ടെക്സ്റ്റൈൽസിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ സംഘടിച്ചെത്തി തടയുകയായിരുന്നു. ജില്ലയിലെ തുണി വ്യാപാരികളെ ടേൺ ഓവർ ടാക്സിന്റെ പേരിൽ അന്യായമായി പീഡിപ്പിക്കുകയാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു. വ്യാപാരികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധമറിയിച്ചു. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് ബുധനാഴ്ച തിരി തെളിയും. നെഹ്റു കോളേജ് കലോത്സവത്തിനായി ഒരുങ്ങി. കലയുടെ മാമാങ്കത്തിന് ബുധനാഴ്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടക്കമാവും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ അവസാന ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 150ഓളം കോളേജുകളിൽ നിന്നായി 4000-ലേറെ കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും അരങ്ങേറും. 9 വേദികളിലായി നടക്കുന്ന സ്റ്റേജ് ഇതര മത്സരങ്ങൾ സാഹിത്യോത്സവം, ചിത്രോത്സവം എന്നീ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 27 മുതൽ മാർച്ച് 1 വരെ സ്റ്റേജ് ഇന മത്സരങ്ങളും നടക്കും. സ്റ്റേജ് ഇതര മത്സരങ്ങൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കവി വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും. 8 വർഷങ്ങൾക്ക് ശേഷമാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് വീണ്ടും സർവകലാശാല കലോത്സവത്തിന് വേദിയാകുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കലോത്സവത്തിന് നല്ല സഹകരണം ലഭിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പ്രവർത്തനങ്ങളും കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 150-ൽ പരം കോളേജുകളിൽ നിന്ന് 120-ൽ പരം ഇനങ്ങളിൽ 3700-ൽ പരം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു. അത്തരത്തിൽ 25-ാം തീയതി ചിത്ര സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനത്തിൽ വി മധുസൂദനൻ നായർ പങ്കെടുക്കും. അങ്ങനെ ചിത്ര സാഹിത്യോത്സവത്തിൻ്റെ 25-ാം തീയതി 10 മണിക്ക് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞതിന് ശേഷം 25, 26 തീയതികളിൽ വിവിധ ചിത്രസാഹിത്യ ഇനങ്ങൾ നടക്കും. ചിത്ര സാഹിത്യോത്സവത്തിൻ്റെ സമാപനം 26-ാം തീയതി നടക്കും. പിന്നീട് 27-ാം തീയതി സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനവും 3 ദിവസങ്ങളിലായി 27, 28, 1 തീയതികളിൽ സ്റ്റേജിന മത്സരങ്ങളും നടക്കും. കലോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യയും മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം സബ് കളക്ടർ ജീവൻ ബാബുവും ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്ക് ആവശ്യമായ താമസ സൗകര്യം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബും ഗായക സംഘവും പര്യടനം നടത്തി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ കലാസ്വാദകരും വിദ്യാർത്ഥികളും നെഹ്റു കോളേജിലേക്ക് ഒഴുകിയെത്തും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ എ മുരളീധരൻ, വൈസ് ചെയർമാൻ വി രമേശൻ, ജനറൽ കൺവീനർ പി അൻവർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഖദീജത്ത് സുഹൈല, രജീഷ് വെള്ളാട്ട് എന്നിവർ സംബന്ധിച്ചു.
നീലേശ്വരത്തെ അച്ചാംതുരുത്തി കോട്ടപ്പുറം പാലം നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധ സമരം. CPM തുരുത്തി, തുരുത്ത് ഈസ്റ്റ്, പള്ളിക്കര ലോക്കൽ കമ്മിറ്റികളാണ് നീലേശ്വരത്ത് ഏകദിന സത്യാഗ്രഹം നടത്തിയത്. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരുക്കിയ സമരപന്തലിലേക്ക് കോട്ടപ്പുറം കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് പ്രദേശവാസികൾ എത്തിയത്. കെ കുഞ്ഞിരാമൻ MLA സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ മാർച്ച് 31-നുള്ളിൽ അതിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയതാണ്. പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമോ? മന്ത്രിയുടെ ആൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയുമോ? ഈ മാർച്ച് 31-നുള്ളിൽ ഈ കോട്ടപ്പുറം പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? കഴിയില്ല. ഈ മാർച്ച് 31-ന് കഴിയില്ല എന്ന് മാത്രമല്ല, അടുത്ത ഇതേ സ്ഥിതിയാണെങ്കിൽ അടുത്ത മാർച്ച് 31-നുള്ളിലും ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതാണ് സ്ഥിതി. ഇതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് തന്നെയാണ്. കോൺട്രാക്ട് പറയുന്നത് പണം കിട്ടുന്നില്ല, പണം കിട്ടാതെ ഞങ്ങൾ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. പണമുള്ള എത്രയോ കോൺട്രാക്ടർമാർ എന്തിനാ അങ്ങോട്ട് പോകുന്നതിനാ എറണാകുളത്ത് പോകുന്ന കൂടിയില്ലേ? നമ്മുടെ പടന്നക്കാട് മേൽപ്പാലം, അതുപോലെ തന്നെ ഇവിടുത്തെ ഓർച്ചപ്പാലം, ഇങ്ങനെയുള്ള നിരവധി പാലങ്ങൾ സമയബന്ധിതമായി ഏറ്റവും നല്ല രീതിയിൽ പണിത് പൂർത്തീകരിച്ച് അവാർഡ് വാങ്ങിയിട്ടുള്ള കോൺട്രാക്ടർമാരുള്ള ഒരു ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ V. ഗൗരി അധ്യക്ഷയായി. മുനമ്പത്ത് ഗോവിന്ദൻ, K. ബാലകൃഷ്ണൻ, കൊട്ര വാസുദേവ്, TV കണ്ണൻ, KV കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് കരിദിനവും ആചരിച്ചിരുന്നു. 2010 ഫെബ്രുവരി 10-നാണ് പാലത്തിന് തറക്കല്ലിട്ടത്. 320 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിന് 24 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുക. സർക്കാരിന്റെ നിസ്സംഗതയ്ക്കൊപ്പം കരാറുകാരന്റെ മെല്ലെപ്പൊക്ക് നയമാണ് പാലം നിർമ്മാണം അനിശ്ചിതത്തിലാക്കിയത്. ആധാരം എഴുത്ത് അസോസിയേഷൻ സ്ഥാപക നേതാവ് TV ഭരതന്റെ അനുസ്മരണ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലാണ് അനുസ്മരണ യോഗം നടന്നത്. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന TV ഭരതന്റെ അനുസ്മരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷനായി. സംസ്ഥാന ഉപദേശക സമിതി അംഗം മാധവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുഞ്ഞമ്പു പൊതുവാൾ, PP കുഞ്ഞകൃഷ്ണൻ, AV ശശിധരൻ, AC ബാലകൃഷ്ണൻ, K ലീല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PR കുഞ്ഞിരാമൻ സ്വാഗതവും മോഹൻദാസ് നന്ദിയും പറഞ്ഞു. മുഖാരി മൂവാരി സമുദായ സംഘം സ്ഥാപക ദിനാചരണം ജില്ലയിലെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാട്ടുകുളങ്ങര യൂണിറ്റിൽ പതാക ദിനം ആചരിച്ചു. മുഖാരി മൂവാരി സമുദായത്തെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കാട്ടുകുളങ്ങര യൂണിറ്റിൽ സ്ഥാപക ദിനം പതാക ദിനമായി ആചരിച്ചു. യൂണിറ്റ് രക്ഷാധികാരി വേലായുധ പണിക്കർ പതാക ഉയർത്തി. സമുദായ സംഘം രൂപീകരിച്ചിട്ട് 27 വർഷം തികയാണ്. നമുക്കറിയാം നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഈ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ നേടേണ്ട കാര്യങ്ങളൊക്കെ നേടുന്ന തരത്തിൽ സംബന്ധിച്ച ഒരു സമര പരിപാടികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പതാകദിനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ നാരായണൻ എക്കാൽ അധ്യക്ഷനായി. കുഞ്ഞിക്കണ്ണൻ പുഞ്ചക്കര, KV ദിനേശൻ, കുഞ്ഞിരാമൻ എക്കാൽ, ബാലകൃഷ്ണൻ മാസ്റ്റർ, ശാരദ പൊയ്യക്കര എന്നിവർ സംസാരിച്ചു. CV വസന്തകുമാർ സ്വാഗതം പറഞ്ഞു. ചെങ്കൽ ക്വാറി അസോസിയേഷൻ ജില്ലാ സമ്മേളനം മാർച്ച് 2-ന് നടക്കും. ഹൊസങ്കടിയിൽ നടക്കുന്ന സമ്മേളനം കർണാടക മന്ത്രി M. രാമനാഥരെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മാർച്ച് 2-ന് ഹൊസങ്കടിയിൽ നടക്കും. ഹിൽസൈഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം കർണാടക മന്ത്രി രമാനാഥ റേ ഉദ്ഘാടനം ചെയ്യും. NA നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, K. സുരേന്ദ്രൻ, രാമകൃഷ്ണ കടമ്പാർ, M. രാഘവൻ, സുരേഷ് ബാബു, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിക്കും. ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം 2015 മാർച്ച് 2-ന് മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ വെച്ച് നടക്കുകയാണ്.
സമ്മേളനം കർണാടക സംസ്ഥാന വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രമാനാഥ റായ് ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ NA നെല്ലിക്കുന്ന് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാഘവൻ വെളുത്തോളി, സുകുമാരൻ, M. ഉമ്മർ, M. വിനോദ് കുമാർ, K. സുധാകരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചിന്മയ ജന്മശതാബ്ദി സപ്തലക്ഷ ഗീതാ ശ്ലോക സമർപ്പണ മഹായജ്ഞം 27-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചിന്മയ മിഷൻ പരമാചാര്യൻ സ്വാമി ചിന്മയാനന്ദന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അതിയാമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 27-ന് സപ്തലക്ഷ ഗീതാശ്ലോക സമർപ്പണ മഹായജ്ഞം നടക്കും. രാവിലെ 9:30 നടക്കുന്ന യജ്ഞത്തിൽ കാഞ്ഞങ്ങാട് പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുക്കും. ഭഗവത്ഗീതയിലെ 701 ശ്ലോകങ്ങൾ പൂർണ്ണമായും പരിപാടി ആലപിക്കും. സപ്തലക്ഷ ഗീതാശ്ലോക സമർപ്പണത്തിന്റെ ഉദ്ഘാടനം 27-ന് രാവിലെ 9:30 പൂജ്യ സ്വാമിജി വിവിക്താനന്ദ നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ചാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളും സമീപ പ്രദേശത്തെ വിദ്യാലയത്തിലെ കുട്ടികളും 1000 പേര് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സമ്പൂർണ്ണ ഗീതായജ്ഞം പാരായണം ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളെ ഞങ്ങളെല്ലാ സ്കൂളിലും പോയി കണ്ടു. അതുപോലെ തന്നെ അവർക്ക് ഈ ഗീതാപാരായണം അറിയുന്ന ധാരാളം കുട്ടികളുണ്ട്. എറണാകുളത്ത് നടക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ 150 കുട്ടികളും 50 പ്രതിനിധികളും പങ്കെടുക്കും. ചിന്മയ ജ്യോതി വഹിച്ചുകൊണ്ടുള്ള ചിന്മയ സന്ദേശവാഹിനി രഥം ജൂലൈ 13 മുതൽ 16 വരെ ജില്ലയിൽ പര്യടനം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിവേകാനന്ദ നായിക്ക്, V. കൃഷ്ണൻ, മാധവൻ നായർ, വേണുദാസ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ നടപടി വേണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മടിക്കൈ അമ്പലത്തുകരയിലാണ് സമ്മേളനം നടന്നത്. 2014 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പെൻഷൻകാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത ഉദ്ഘാടനം ചെയ്തു. പ്രയാസം നേരിടുന്നവരാണ് പെൻഷൻകാർ. അപ്പോൾ അത്തരത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യണം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം വളരെ മാതൃകാപരമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രക്ഷോഭ സമര പരിപാടികളിലും നമ്മുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിലാണ് എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അത്തരത്തിൽ തന്നെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ നമ്മൾ ഒട്ടേറെ പ്രക്ഷോഭ സമര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം യൂണിറ്റ് സമ്മേളനങ്ങൾ എല്ലാ തരത്തിലും യൂണിറ്റ് സമ്മേളനങ്ങൾ അതിനിപ്പോ മുകളിലുള്ള എല്ലാ സമ്മേളനത്തിനകത്തും നമ്മളുടെ അടിയന്തര ആവശ്യങ്ങൾ ഏറ്റവും നല്ല പ്രമേയമായി മാറ്റിക്കൊണ്ട് തന്നെ അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ചെമ്മട്ടംവയൽ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം. P. കൃഷ്ണൻ നായർ അധ്യക്ഷനായി. V. ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P. K. ജയപ്രകാശ്, P. ഗോപാലൻ, പനത്തടി നാരായണൻ, M. നാരായണൻ, M. C. അഗസ്റ്റിൻ, P. V. കമലാക്ഷി, S. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഫെബ്രുവരി മുതൽ 2016 ജനുവരി വരെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കലാസാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. മികച്ച ലൈബ്രറിയും ക്ലബിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 6 വർഷം നീണ്ടു നിൽക്കുന്ന കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ K. രതീഷ് നെല്ലിക്കാട്ട്, പപ്പൻ കുട്ടമത്ത്, രാജീവൻ, V. വേണു, K. കൃഷ്ണൻ, പ്രജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ NSS കുടുംബസംഗമം 28-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാലയ ജീവിതത്തിലെ അനുഭവങ്ങൾ സ്മരിക്കുവാനും സേവന ഓർമ്മകൾ പുതുക്കി സാമൂഹ്യ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിനുമായാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ NSS കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. 28-ന് ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം ഒരുക്കുന്നത്. ഗവൺമെന്റ് കോളേജിൽ നിന്നും 2005 മുതൽ 2014 വരെയുള്ള കാലയളവിലെ 500ഓളം NSS വളണ്ടിയർമാർ കുടുംബസംഗമത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും.
ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിനു ശേഷം വിപുലമായ കലാപരിപാടികളും അരങ്ങേറും. കുടുംബസംഗമത്തിലൂടെ പുതിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. NSSന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ കാരുണ്യ മേഖലകളിൽ സജീവമായി ഇടപെടുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 2005-2014 കാലയളവിൽ NSSലുണ്ടായിരുന്ന മുഴുവൻ വളണ്ടിയർമാരും പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കുടുംബസംഗമമാണ് ഈ വരുന്ന ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 4 മണി വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. 2005 മുതൽ 2014 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ NSS കുടുംബാംഗങ്ങളുടെയും നിലവിലുള്ള NSS അംഗങ്ങളുടെയും ഒരു സംഗമമാണ് അന്ന് നടക്കുന്നത്. ഏകദേശം ചുരുങ്ങിയത് 500 NSS വോളണ്ടിയർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ആ പ്രോഗ്രാമിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളത്. സംഘാടക സമിതി ഭാരവാഹികളായ അഹമ്മദ് കബീർ, സുലൈമാൻ ചെറുക്കളം, ബൈജു രാവൺ, രതീഷ് ഭട്ടമ്പാറ, ഷബീർ കല്ലങ്കൈ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. NSS കുടുംബ സംഗമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9744018586 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9405479429 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. വാർത്തകൾ തുടരുന്നു. ഫോർമർ പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എത്ര പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്? പഴയകാല പഞ്ചായത്ത് മെമ്പർമാർ എന്ന് കണക്കെടുത്തപ്പോൾ 49,800 ചില്ലാനും മെമ്പർമാർ ഇന്നും നിലനിൽക്കുന്നു. അവർക്ക് പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന് കാലതാമസം വരികയാണ്. ആ കാലതാമസം വന്നുകൂടാ എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ധർണ നടത്തുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മാമുന് വിജയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ആസിസ് കടപ്പുറം, PK ഫൈസൽ, KV രാമകൃഷ്ണൻ, M രാധാകൃഷ്ണൻ, E കുഞ്ഞബ്ദുള്ള, CK നാരായണ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ ടീം കൊവ്വൽപള്ളിയുടെ നേതൃത്വത്തിൽ ഉത്തരമേഖല കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ടൗൺ ടീം കൊവ്വൽപള്ളിയുടെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഉത്തരമേഖല കബഡി ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ മത്സരങ്ങൾ കാണാൻ 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായിക്ക് ഉദ്ഘാടനം ചെയ്തു. പഴയകാലം പോലെ നമ്മൾ ഒരുപാട് ക്ലബ്ബുകളും മറ്റ് സംഘടനകളും ഒരുപാട് മത്സരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്കറിയാം, ക്ലബ്ബുകളോ മറ്റ് മത്സരങ്ങൾ നടത്തുന്ന സമയത്ത് ക്ലബ്ബുകളുടെ ചില പ്രവർത്തന രീതികൾ കൊണ്ട് ഇത്തരത്തിലുള്ള സ്പോർട്സുകൾ അല്ലെങ്കിൽ ഗെയിംസുകൾ കുറഞ്ഞ് വരുന്നൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നടത്തപ്പെടുന്ന മത്സരങ്ങൾ അത് എല്ലാ രീതിയിലും മത്സരം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി മാത്രമേ അതിൽ ജനങ്ങൾ സ്നേഹിക്കുള്ളൂ. ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഞാൻ പറഞ്ഞു, നമ്മൾക്കറിയാം. അതിൽ ഇപ്പോൾ ചില ക്ലബ്ബുകളാണെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പേരുണ്ടാവും. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് മുഖ്യാതിഥിയായി. ചടങ്ങിൽ നിർധനരായ രോഗികൾക്കുള്ള സഹായ വിതരണം VV രമേശൻ നിർവഹിച്ചു. അംബുജാക്ഷൻ കോവൽപ്പള്ളി, T മൊയ്തു കോവൽപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് കൗൺസിലർ K മാധവൻ സമ്മാനം വിതരണം ചെയ്തു. MA ഷഫീഖ് സ്വാഗതവും KP അനീഷ് നന്ദിയും പറഞ്ഞു. കേളോത്ത് കേക്കടവൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന കേക്കടവൻ തറവാട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം. കളിയാട്ട ദിനങ്ങളിൽ വിഷ്ണുമൂർത്തി, ചാമുണ്ടി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അന്നദാനവും നൽകി.
എരുമാട് മഖാമുറൂസ് 27 മുതൽ മാർച്ച് 6 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടക് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ എരുമാട് മഖാമുറൂസ് ഫെബ്രുവരി 27 മുതൽ മാർച്ച് 6 വരെ തീയതികളിൽ നടക്കും. കൂട്ടപ്രാർത്ഥന, മതപ്രസംഗം, അന്നദാനം തുടങ്ങിയ പരിപാടികൾ നടക്കും. ഉറൂസ് പരിപാടികളിൽ മതരാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കും. 27 ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2 ഉച്ചയ്ക്ക് 12 മണിക്ക് പൊതുസമ്മേളനത്തിൽ കൂമ്പൂൽ ആറ്റക്കോയത്തങ്ങൾ അധ്യക്ഷനാവും. ഉറൂസിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളിൽ മുത്തുക്കോയത്തങ്ങൾ ജിഫ്രി മുഖ്യ അതിഥിയാവും. കർണാടക ആഭ്യന്തരമന്ത്രി KJ ജോർജ്, കർണാടക മന്ത്രിമാരായ ദിനേശ് ഗുണ്ട്റാവു, UT ഖാദർ, മാന്യ കമറുൽ ഇസ്ലാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉറൂസിന്റെ സമാപന സമ്മേളനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2 വൈകുന്നേരം 4 മണിക്ക് അന്നദാനവും നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ CA ഇസ്മയിൽ, മാഹിൻ KS തുടങ്ങിയവർ പങ്കെടുത്തു. ബ്യൂട്ടി പ്ലാനറ്റ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് രാംനഗർ റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി പ്ലാനറ്റിന്റെ നവീകരിച്ച ഷോറൂം രാംനഗർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. കാൽച്ചാനടുക്കം മൂപ്പിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സാമൂഹ്യദ്രോഹികൾ തീയിട്ടു. വിവേകാനന്ദ പുരുഷ സഹായ സംഘമാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. വിവേകാനന്ദ സംഘത്തിന്റെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത് 3ാം തവണയാണ് ആക്രമിക്കപ്പെടുന്നത്. മേഖലയിൽ സംഘപരിവാർ സംഘടനയുടെ വളർച്ചയിൽ വിളറിപൂണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ബലമായ സംശയം ഈ സ്ഥലത്തെല്ലാം സംഘപരിവാർ സംഘടനകളുടെ നല്ലൊരു മുന്നേറ്റമുണ്ട് അടുത്ത കാലത്തായി. അപ്പോൾ അതിൽ രോഷം പൂണ്ട ചിലരായിരിക്കും ഇതിന് പിന്നിലെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇതിനെ സംബന്ധിച്ച് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന് ഇതിൻ്റെ ഫോട്ടോ ആൾക്കാരോട് എന്ത് സംഭവം നടന്നതിനെ കുറിച്ചെല്ലാം അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇതിനെ കൂടുതൽ അന്വേഷിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വ്യക്തമായിട്ട് ആര് ചെയ്തു എന്നുള്ളതിന് ഞങ്ങൾക്ക് വ്യക്തമായൊരു സൂചനയില്ല. അക്രമത്തിൽ പ്രതിഷേധിച്ച് പരിവാർ സംഘടനകൾ പ്രകടനം നടത്തി. അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന ഉറപ്പ് ലംഘിച്ചാൽ സമരം നടത്തുമെന്നും സംഘം ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലമെടുപ്പ് നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. മേൽപ്പാലം നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. കാഞ്ഞങ്ങാട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു. അന്യായ പരിശോധന അനുവദിക്കില്ലെന്ന് വ്യാപാരികൾ. കണ്ണൂർ സർവകലാശാല കലോത്സവം സ്റ്റേജ് ഇതര മത്സരങ്ങൾ ബുധനാഴ്ച തുടങ്ങും. ചിന്മയ ജന്മശതാബ്ദി ആഘോഷം സപ്തലക്ഷ ഗീതാ ശ്ലോക സമർപ്പണ യജ്ഞം 27 നടക്കും. മുഖാരി മൂവാരി സമുദായ സംഘം സ്ഥാപക ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേളോത്ത് കേക്കടവൻ വീട് തറവാട് കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.